ഹലോ ഗൈസ്, രാവിലെ ഞാൻ എൻ്റെ പേജിനകത്ത് എന്യൂമറേഷൻ ഫോറം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരുവിധം എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഇപ്പോൾ 2002 വോട്ടർ ലിസ്റ്റ് നമ്മുടെ പേര് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് സംശയമുള്ളതാണ് ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, എൻ്റെ ആ പോസ്റ്റിന് താഴെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്ത് അതിനകത്തോട്ട് കയറുന്ന ഭാഗത്ത് ഇങ്ങനൊരു പേജാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കണം. എൻ്റെ കൊല്ലമാണ്, കൊല്ലം സെലക്ട് ചെയ്തു. പിന്നെ LIC കൊടുക്കണം. നിയോജക മണ്ഡലമാണ് അത് നമ്മുടെ എൻ്റെ ഇരവിപുരമായതുകൊണ്ട് ഇരവിപുരം കൊടുക്കുകയാണ്. പിന്നെ ബൂത്ത് നെയിം നമുക്ക് കൊടുക്കേണ്ട, കുഴപ്പമില്ല. വോട്ടറിൻ്റെ നെയിം നമ്മൾ മസ്റ്റായിട്ട് അവിടെ കൊടുക്കണം, അതും മലയാളത്തിൽ തന്നെ കൊടുക്കണം. അപ്പോൾ വോട്ടറിൻ്റെ നെയിം ഞാൻ ഇവിടെ കൊടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ്, ഷിജു എന്നാണ്. അപ്പോൾ ഷിജു എന്ന് മലയാളത്തിൽ കൊടുത്തു. വേറെ ബാക്കിയെല്ലാം വിട്ടേരെ സെർച്ചിനകത്ത് പോകണം. സെർച്ചിങ് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ ഈ ലിസ്റ്റ് വരുന്ന ആ സംഭവങ്ങൾ അതേപോലെയാണ് നമ്മൾ രണ്ടാമത്തെ ആ ടേബിളിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് നോക്കാം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഷിജുവിൻ്റെ പേർക്കുള്ള ഒരുപാട് ലിസ്റ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പല പല ആൾക്കാരാണ് ഇത്. അപ്പം നമ്മൾ ഈ ഷിജുവും നമ്മുടെ അഡ്രസ്സും കൂടെ താരതമ്യം ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബന്ധുവിൻ്റെ പേര് നമ്മൾ മറ്റേ ഫോമിനകത്ത് ചോദിച്ചിട്ടില്ല, അതേ കണക്ക് തന്നെ ഇതിനകത്ത് ബന്ധുവിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, ബന്ധവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം സാധനം ആയിരിക്കണം ആ രണ്ടാമത്തെ ടേബിളിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്. പിന്നെ പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പറ്റുന്നുണ്ടോ ഇല്ലയെന്നും. അല്ലാതെ PDF ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ.